dirty writing. സോ ഫ്രണ്ട്സ്, ഞാൻ ഒരു ഫണ്ണി മലയാളം സ്റ്റോറി ഞാൻ കാണിച്ചു തരല്ല, ഞാൻ വായിച്ചു തരാം. ഞാൻ രസത്തിൽ വായിച്ചു തരാം. അപ്പോൾ ഒന്ന് നോക്കി നിൽക്കാം. മോഹം ഫലഫല ഫലിച്ചു. പണ്ട് അതുക്കും മേലെ പയ്യൻ്റെ നെൽനാട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം. അവിടെ ഭരിക്കാനായി ആരുമില്ല. മുഴുവൻ കൃഷിക്കാർ, കുടിലുകൾ മാത്രം, വല്ലാതെ കടുപ്പമില്ലാത്ത വസ്ത്രങ്ങൾ. ശരി, ഇനി ഞാൻ തുടരുന്നു. ഒരു ദിവസം ആ സുന്ദര സ്ഥലത്ത് വെച്ച് എവിടെ നിന്നോ വന്ന ഒരു അപരിചിതൻ എല്ലാവരും കാണുകയായി. തലയിൽ ചുവന്ന തൊപ്പി, ശരീരം മുഴുവൻ അലങ്കാര വസ്ത്രം, കാലിൽ ചിപ്പിക്കുള്ളിലെ മുത്തുപോലെ തിളങ്ങുന്ന സുന്ദര ചെരുപ്പുകൾ, കഴുത്തിലും കാതിലും കയ്യിലും, എന്തുകൊണ്ട് കാലിൽ പോലും ആഭരണങ്ങൾ. സാധാരണ പെണ്ണുങ്ങളാണല്ലോ കാതിലും കാലിലും ഇടാറ് ഒന്നുകൂടെ ഭംഗിക്ക്. പക്ഷേ എല്ലാവർക്കും ഇതേതോ വ്യത്യസ്ത മനുഷ്യനായിട്ടാണ് തോന്നിയത്. അപരിചിതൻ നടന്നു വരുമ്പോഴായിരുന്നു എല്ലാവരും പരസ്പരം വേഷത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നത്. പെട്ടെന്ന് അപരിചിതൻ ഒന്ന് നിന്നു. ഏവരും പരിഭ്രമിച്ചു. എന്താ ചിന്തിച്ചെന്ന് കേൾക്കണ്ടേ? ഇനി ചിലപ്പോൾ ഇദ്ദേഹം നമ്മെ പൂർണ്ണ അടിമകളാക്കി മാറ്റിയാലോ എന്നിങ്ങനെയായി ചിന്തകൾ. എന്നാൽ വാസ്തവത്തിൽ അതായിരുന്നില്ല. അപരിചിതൻ ഒരു കൂറ്റൻ മല എന്തിൻ്റെ മല? ചിന്തകളുടെ മല. അതിലാഴത്തിൽ മുഴുകിയിരിക്കുന്ന മട്ടായിരുന്നു ആ നിൽപ്പ്. ഇതാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്. കേട്ടോളൂ. ഹായ്, എത്ര സുന്ദരമായ പ്രദേശം! താൻ വിചാരിച്ചിരുന്ന അതേ മട്ടും നിൽപ്പും. താൻ മോഹിച്ചത് എന്താണോ അത് ഫലിച്ചു. ഭരണാധികാരൻ ഇല്ലാത്തൊരിടം എന്നാണല്ലോ താൻ കേട്ടത്. അതുകൊണ്ട് എനിക്കുടൻ തന്നെ ഒപ്പുവെക്കണം. താൻ ഇവിടുത്തെ രാജാവാണെന്ന് എന്നെല്ലാവരും അറിയട്ടെ. പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണല്ലോ താൻ ജനിച്ചത്. ഒരു അനാഥ കുഞ്ഞായി. അമ്മയും അച്ഛനും താൻ ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയി. ഏട്ടൻ കൂട്ടുകാരുമൊത്ത് പുഴയിൽ മുങ്ങാങ്കുഴി ഇടാൻ പോയപ്പോൾ എന്താ സംഭവിച്ചേ? ആഴമുള്ള സ്ഥലത്ത് വെച്ച് മുങ്ങി മരണം വഹിച്ചു. ഇനി ഞാൻ മാത്രം. എനിക്കൊരേ ഒരു ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നെപ്പോലുള്ളവരെ, ചിലർ ഒന്നുമില്ലാത്തവർ, ലൈക്ക് വസ്ത്രം, ഭക്ഷണം എന്നിങ്ങനെ, ഇവയൊക്കെ സഹായിക്കാനായി ഒരു വലിയ രാജാവാകണമെന്ന് താൻ മോഹിച്ചു. അത് സാധിക്കുകയും ചെയ്തു എന്നതായിരുന്നു ചിന്ത. വൈകിച്ചില്ല. ഉടൻ തന്നെ പോയി ഒപ്പുവെക്കുകയും അതുപോലെ ഏവരെയും താൻ രാജാവാണെന്ന കാര്യം അറിയിക്കുകയും ചെയ്തു. എല്ലാവരും പരസ്പരം ഈ സന്തോഷത്തിൽ തുള്ളിച്ചാടുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ഇനി എന്താ ബാക്കി? കയ്യിൽ കരുതിയ കാശെല്ലാം അദ്ദേഹം നാടിനു വേണ്ടി ചെലവഴിച്ചു. ഇനി ഒരിക്കലും ഒരു മോഹവും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുഴുവൻ നാടിനെ കരുതി അവർക്കു വേണ്ടി ചെലവഴിക്കും. അതിനു വേണ്ടിയാണല്ലോ താൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അദ്ദേഹം ഉറപ്പുവരുത്തി. അദ്ദേഹം ആലോചിച്ചു. തൻ്റെ അമ്മയും അച്ഛനും പിന്നെ ഏട്ടനും മുകളിൽ നിന്ന് തന്നെ ഓർത്ത് അഭിമാനം കൊള്ളുന്നുണ്ടാവും. അങ്ങനെ ഇതാ പയ്യൻ്റെ നെൽനാടെന്ന നാട്ടിൽ മറ്റേവരെയും പോലെ രാജാവിനെ ലഭിച്ചിരിക്കുന്നു. സന്തോഷം തന്നെയല്ലേ? അവർ സുഖമായും ലളിതമായും സന്തോഷത്തോടെ വസിച്ചു വരുന്നു. ശുഭം. ഇനി നിർത്താം. അയ്യോ, ഒരു കാര്യം മറന്നു. ഇവിടത്തെ രാജാവിൻ്റെ പേര് അക്ബർ, അമ്മ ജാനകി, അച്ഛൻ സുലൈമാൻ. അച്ഛനും അമ്മയും ഒരു മന്ദഹാസത്തോടെ പരിചയപ്പെടുകയും കല്യാണം കഴിക്കുകയും ചെയ്തു. ഏട്ടൻ ബാബർ. മൂവർക്കും സൗഭാഗ്യം. ഒരുവന് തീർത്തും ഭാഗ്യം. മന്ദഹാസം ഭാഗ്യം.